വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ക്വിക്കായിട്ടൊരു ഗെറ്റ് റെഡി നിൽക്കുകയാണ്. ഒരു ട്രഡീഷണൽ ഡ്രസ്സിൽ നമുക്ക് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആവുന്ന പോലെ. സോ ഓണം കഴിഞ്ഞു എന്നും പറഞ്ഞാൽ ആരും ട്രഡീഷണൽ ഡ്രസ്സ് ഇടാതൊന്നും ഇരിക്കില്ല. എല്ലാവർക്കും ഗോ ടു ഡ്രസ്സ് അല്ലെങ്കിൽ പെട്ടെന്ന് വെറൈറ്റി ആയിട്ട് കാണിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മൾക്ക് ട്രഡീഷണൽ ഡ്രസ്സ്. സോ അതിൽ ക്വിക്കായിട്ട് ഈസി ആയിട്ട് കുറച്ച് ഫസ്റ്റ് ഇങ്ങനെ ഗെറ്റ് ഡയർ സ്കിന്നാണ്, ഒന്നും ചെയ്തിട്ടില്ല. സോ നമ്മൾക്ക് ടോണർ യൂസ് ചെയ്യാം. സ്കിൻ കെയറിന് രണ്ട് സ്റ്റെപ്പാണ്. സോ നിങ്ങൾക്ക് ഈ ടോണർ യൂസ് ചെയ്യാം. റോസ് വാട്ടർ നല്ല ടോണറാണ്. എന്നിട്ട് ഇതുള്ളതുകൊണ്ട് എനിക്ക് ഇതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യണം. സോ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. എല്ലാ ടോണറും നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യണം. സോ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ടോണർ അടിച്ച് കഴിയുമ്പോൾ ഒരുമാതിരി കുറച്ച് റിഫ്രഷിങ് ഫീൽ വരും. സോ ഈ ടോണറിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രേറ്റ് പ്ലസ് റിഫ്രഷിങ് ടോണിങ് മിസ്റ്റാണ്. സോ ഇതിപ്പോൾ ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അടിക്കാം. ഈവൻ ഒരു ദിവസത്തിൻ്റെ പകുതിയിൽ നമുക്ക് ഭയങ്കര ഒരുമാതിരി കുറച്ച് ഡള്ളായിട്ടിരിക്കുകയാണെങ്കിലും ഈ ടോണർ നമുക്ക് അടിക്കാവുന്നതാണ്. ടോണർ ഒരു 5 സെക്കൻഡ്സ് അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു 5 മിനിറ്റ്സ് പോലും വേണ്ട, ഒരു 30 സെക്കൻഡ്സ് അങ്ങനെ വിടുക. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ മോയ്സ്ചറൈസറാണ്. സോ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഓൾ സ്കിൻ ടൈപ്സിന് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഭയങ്കര ഹെവി ഫീലൊന്നും നമുക്ക് വരില്ല. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നോൺ സ്റ്റിക്കി ഫീലായിരിക്കും. ഇതൊരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റാണ്. എല്ലാ സ്കിൻ ടൈപ്സിനും ഇത് യൂസ് ചെയ്യുന്നതാണ്. ഹൈഡ്രേഷൻ ആണ് മെയിൻ കണ്ടൻറ്റ്. ഇതിൽ വാട്ടർ കണ്ടൻ്റ് ആണ് കൂടുതൽ ഇവർ കൊടുത്തിരിക്കുന്നതിൽ. സോ ഹൈഡ്രേഷൻ എല്ലാ സ്കിൻ ടൈപ്പിനും ഹൈഡ്രേഷൻ ആവശ്യമാണ്. സോ ഈ പ്രോഡക്റ്റ് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നന്നായിട്ടുള്ള പോലെ ഉണ്ട്. ലൈറ്റ് വെച്ചുകൊണ്ട് ആയിരിക്കാം മേ ബി, ഇല്ലെങ്കിൽ ക്യാമറ ഇതിൽ ബ്യൂട്ടിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ണിലോട്ട് മോയ്സ്ചറൈസർ തേക്കാൻ പാടില്ല. ചുമ്മാ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതൊരു ഗ്ലോ കൊടുക്കും. ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതും ഒരു ഗ്ലോ വരും. ദെൻ നെക്സ്റ്റ് നമ്മൾ ലിപ്സിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ് ബാംസ് ഉപയോഗിക്കും. ഇത് റീസെൻറ്റ് ഫേവറേറ്റ് ആണ് എൻ്റെ ബയോലിൻ്റെ ലിപ് കെയർ എന്ന് പറഞ്ഞിട്ട്. ഇത് 40 രൂപ എന്തോ ഉള്ളൂ, മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. സോ ലിപ്സിൽ നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്യണം. എന്തിനാണ് ലിപ് ബാം അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിൽ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ ഫേസിന് കെയർ ലൈക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്. സോ അതേപോലെ ലിപ്സിൽ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നല്ലപോലെ ലിപ്സ്റ്റിക്സ്, ലിപ് ബാംസ്, ലിപ് ടിൻസ് എല്ലാം യൂസ് ചെയ്യും. സോ അതിന് മുന്നേ ഒരു എക്സ്ട്രാ കെയർ എന്ന പോലെ നിങ്ങൾ മേ ബി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ലിപ് ബാം ഇടുന്നത്. സോ നിങ്ങളുടെ മേക്കപ്പിൻ്റെ എൻഡ് പ്രോസസ്സിലാണ് നിങ്ങൾ ലിപ്സ്റ്റിക്കിലേക്ക് പോവുള്ളൂ. സോ അതൊരു ലൈക്ക് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷനായിട്ട് ആക്ട് ചെയ്യും. നെക്സ്റ്റ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കാം ഫസ്റ്റ്. സോ ഇത് എൻ്റെ കയ്യിലുള്ള ഒരു ഐബ്രോസിൻ്റെതാണ്. ഇത് ഈ സൈഡിൽ സ്പൂളിയും ഈ സൈഡിൽ ഐബ്രോ സ്വിസ് ബ്യൂട്ടിയുടെ ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അത് സ്വിസ് ബ്യൂട്ടിയുടെ. ഇതൊരുമാതിരി ക്രീം ഫോർമുലയിലായിരിക്കും. സോ അതിന് നമുക്കൊരു കണ്ണാടി. ഫസ്റ്റ് സ്പൂളി ബ്രഷ് എടുത്തിട്ട് കോംബ് ചെയ്ത് കൊടുക്കാം. കോംബ് ചെയ്ത് ക്രീം പ്രൊഡക്റ്റ് അല്ല, ഇത് പെൻസിലാണ്. ലിറ്ററലി ലൈക്ക് ക്രീം പോലെ ഇറങ്ങിയിരിക്കുക. സോ ഐബ്രോസിൽ നമ്മൾ ഡാർക്ക് ബ്രൗൺ കാറ്റഗറി പോകുന്നതായിരിക്കും കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടിരിക്കുക. നിങ്ങൾ ബ്ലാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് വരച്ച പോലെ ഉണ്ടാവും. സോ
നമ്മുടെ ചോയ്സാണ് ആർട്ടിഫിഷ്യലായിട്ട് വേണോ നാച്ചുറലായിട്ട് വേണോ എന്ന്. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ബ്രൗണാണ്. അത് കണ്ടറിയാമല്ലോ. നമ്മളിത് ഐബ്രോസ് ഫില്ല് ചെയ്യണം. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പോർഷനിൽ നമ്മൾ അധികം കൊടുക്കാൻ പാടില്ല. ലൈക്ക് ഈ ഒരു പോർഷൻ നാച്ചുറലായിട്ട് അവിടെ നമുക്ക് കുറച്ചും കൂടി ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ചാണ് തിക്നെസ് കൂടുക. സോ ഇവിടെ തിക്നെസ് ചെയ്തിട്ട് ഇവിടെ തിക്നെസ് കുറയ്ക്കുക. ഇവിടെ ഒട്ടും ഉണ്ടാവാത്ത രീതിയിൽ ഇവിടെ ലെഫ്റ്റ് ഓവർ പ്രൊഡക്റ്റ് മാത്രം വയ്ക്കണം. താഴെ നിന്ന് ഇങ്ങനെ ഡ്രോ ചെയ്യും, പിന്നെ മേലെ ഇങ്ങനെ ഡ്രോ ചെയ്തിട്ട് ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്രേ ചെയ്യുന്നത്. ഇപ്പോൾ പ്രൊഡക്റ്റ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ സ്പൂളി ബ്രഷിൽ ജസ്റ്റ് കോംബ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും. എൻ്റേത് ത്രെഡ് ചെയ്യാത്ത ബ്രോസാണ്. സോ അതിൽ എത്രത്തോളം മാക്സിമം ഷേപ്പ് കൊടുക്കാമോ അത്ര ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ ക്രീം പ്രൊഡക്റ്റ് യൂസ് ചെയ്തു. ഇനി ഇതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നൈക്കയുടേതാണ്. നൈക്കയുടെ പൗഡർ ബ്രോസാണ്. ഓക്കെ, നിങ്ങൾ കണ്ടറിയാം ബ്ലാക്ക് ടച്ച് ചെയ്യലേ കുറവായിരിക്കും, ബ്രൗൺസാണ് കൂടുതൽ യൂസ് ചെയ്യുക. സോ അതിലെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രഷിൽ 2 ബ്രൗൺസ് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത ബ്രോസിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ലെഫ്റ്റ് ഓവർ പ്രൊഡക്റ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കണം. ഓ യെസ്, ബ്രോസ് ചെയ്തു. നെക്സ്റ്റ് കണ്ണിൽ നമ്മൾ ദ ബെസ്റ്റ് കാജൽ എവർ, ലാക്മേയുടെ കാജലിൽ കോൾ. ഓക്കെ, ലാക്മേയുടെ കാജലാണ് ഇത്. ആക്ച്വലി ഇത് ഭയങ്കര വേർത്താണ് ഈ പ്രോഡക്റ്റ്. ലൈക്ക് ഇത് സ്മഡ്ജ് ആവില്ല അങ്ങനെ പെട്ടെന്നൊന്നും. കണ്ണിന് കാജൽ ഇടുമ്പോൾ കണ്ണ് ഡിഫൈൻഡ് ആയിട്ടിരിക്കും. സോ കാജൽ കുറച്ച് കൈ വെച്ചിട്ട് സ്മഡ്ജ് പോലെ ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഓരോ ട്രെൻഡ്സ് സെറ്റ് ആവുന്നത്. നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം, നമ്മളെ ഇൻട്രസ്റ്റിന് ചെയ്ത് കൊടുക്കുന്നതാണ്. സോ നാളെ അത് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ട് നാളെ അവനും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും സ്മോക്കി ഐസ് അതുപോലെയൊക്കെ വരും. ദെൻ നെക്സ്റ്റ് കണ്ണിന് മേലെ ഇത് ലൈനർ. ഇത് മിനിസോൻ്റെ പ്രൊഡക്റ്റാണ്. ക്രഷ് ഓൺ മീ ഐലൈനർ മിനിസോയിൽ കിട്ടുന്നതാണ്. വേർത്താണ്, വാട്ടർ പ്രൂഫാണ്, എന്നറിയ പ്രൂഫാണ്. ഓക്കെ, ഇതിൻ്റെ ടിപ്പ് ഭയങ്കര ഇതായിരിക്കും, കണ്ടാൽ തന്നെ അറിയാം. സോ ഇത് കണ്ണിൻ്റെ മേലെ ഇതെടുത്ത് അടച്ചു വയ്ക്കണം. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് പൊട്ടുന്നുണ്ടായിരുന്നു.
നെക്സ്റ്റ് വന്നിട്ട് ഇതിന് മേലെ നമുക്ക് ഐലൈനർ ഐ ഷാഡോസ് യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ അതൊരാളുടെ ഇഷ്ടമാണല്ലോ. നമ്മൾ പുറത്ത് പോകുമ്പോൾ ഐ ഷാഡോ ഇട്ട് പോകുന്ന വണ്ടിയൊന്നും ഞാൻ പ്രിഫർ ചെയ്യാറില്ല ഐ ഷാഡോസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് ലാഷസ് കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് മസ്കാര. ഇത് ആക്ച്വലി ബ്രാൻഡഡ് പ്രൊഡക്റ്റാണ്. ഇത് അഫോർഡബിൾ ലിസ്റ്റിൽ വരില്ല. ടു ഫേസ്ഡിൻ്റെ ബെറ്റർ ദാൻ സെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ലൈക്ക് മസ്കാരയാണ്. നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ലാക്മേൻ്റെ നല്ലതാണ്. മെബിലിൻ്റെ മസ്കാര സൂപ്പർ. ഇതേ ഇത് തന്നെയാണ് അതും ചെയ്യുന്നത്. സോ നല്ല മസ്കാരയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാഷസ് നന്നായിട്ടിരിക്കുമ്പോൾ തന്നെ കണ്ണ് കാണാൻ പറ്റില്ല. മെനൊന്നുമില്ലല്ലോ, എന്ത് ചെയ്യണം? ആക്ച്വലി 1+ ഓളെടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെയോ കാണാം. ദൂരെ നോക്കിയാൽ കുറേ പേർക്ക് കണ്ണിന് താഴെ ഇടാൻ ഇഷ്ടമായിരിക്കും. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, അറിയില്ലാത്തതുകൊണ്ട്. മിനിമൽ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താണ്. നെക്സ്റ്റ് ലിപ്സ്റ്റിക് ഇടാം. ഇനി നമുക്ക് കുറച്ച് കവൾ തൊടുത്തിരിക്കുന്നത് പോലെ കഴിഞ്ഞിട്ട് ബ്ലഷ് യൂസ് ചെയ്യാം. ഇത് റൂട്ട് കോസ്മെറ്റിക്സിൻ്റെ ഇനി ബ്ലഷാണ്, ക്രീം ബ്ലഷാണ്. സോ ചുവന്നില്ലെങ്കിൽ മൂക്കിലൂടാം. അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് തന്നെ ആവശ്യമില്ല. പോലെ എടുക്കാം. വ്യത്യാസം അറിയാമല്ലേ? ശരി. നെക്സ്റ്റ് ലിപ്സ്റ്റിക്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇത് സുഡിയോൺ ലിപ് മൂസ് ആണ്. 150 രൂപയുള്ളൂ. ഇത് വന്നിട്ട് ബെറി കിസ്. എന്തൊക്കെയോ സൂമിനാകുന്നുണ്ട്, അറിയുന്നില്ല. ബെറി കിസ് ആണ് ഇതിന്. ഫ്ലേവർ അല്ല, ഷെയ്ഡ്. ഓക്കെ, ഷാനി മര്യാദയ്ക്ക് കൊടുക്കാൻ അറിയില്ലെന്ന് ചോദിച്ചാൽ അറിയില്ല, ഇങ്ങനെ കൊടുക്കാനേ അറിയുള്ളൂ. വേണമെങ്കിൽ ലിപ് ബാം ഞാൻ കുറേ അപ്ലൈ ചെയ്തതുകൊണ്ട് ലൈറ്റായിട്ട് ഇപ്പോഴും ഉണ്ട്. അതൊരു പ്രശ്നമില്ല. അതിൻ്റെ മേലെ നമുക്ക് ലിപ്സ്റ്റിക് ഇടാവുന്നതേ ഉള്ളൂ. ഈസി ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും. ഇതെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ. എക്സ്ട്രാ നമ്മൾക്ക് ബ്ലഷ് ആഡ് ഓൺ ആണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ലിപ്സ്റ്റിക്ക് അതും നമ്മുടെ ഇഷ്ടമാണ്. സോ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അഫോർഡബിൾ പ്രൊഡക്ട്സ് വെച്ചിട്ട് നമുക്ക് നല്ല മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഭയങ്കര വില കൂടിയ പ്രൊഡക്റ്റ് വേണം നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ട്.
സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു